എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെല്ലിക്കുന്ന് ഹാർബർ പിന്നെ ബീച്ച് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു GoPro കിട്ടിയിട്ടുണ്ട്. GoProയുടെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GoPro അൺബോക്സ് ചെയ്യണം. പിന്നെ ഇവിടെ മൊത്തം കാക്കകളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ, അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഇവിടുന്ന് പോകുന്നിടം വരെ കുറച്ച് കാക്കയുടെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ GoPro നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു GoPro എൻ്റെ ഒരു കൂട്ടുകാരൻ കാനഡയിലുണ്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ റേറ്റും അവിടുത്തെ റേറ്റും കാര്യം നല്ല വ്യത്യാസമുണ്ട്. അപ്പം ക്യാമറകളൊക്കെ മേടിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത്. GoPro മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ ഞാൻ കുറച്ച് അക്സസറീസും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അൺബോക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ പുതിയ GoProയിൽ ഇവിടുത്തെ ഹാർബറിൻ്റെ വിശേഷങ്ങളും പിന്നെ കാസർഗോഡിൻ്റെ കടപ്പുറമാണ്, കടപ്പുറത്തിൻ്റെ വിശേഷങ്ങളും കാസർഗോഡിൻ്റെ ടൗണും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പം കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ഒരു ബാറ്ററി GoPro തരുന്നുണ്ട് നമുക്ക് ഈ ഒരു ബണ്ടിലിനകത്ത്, അതാണ്. പിന്നെ ഞാൻ വേറൊരു എക്സ്ട്രാ ബാറ്ററിയും ഒരു ചാർജർ അഡാപ്റ്ററും കൂടെ വാങ്ങിച്ചായിരുന്നു, അതും ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു മിനി ട്രൈപ്പോഡും കൂടെ വാങ്ങിച്ചായിരുന്നു, അതുകൊണ്ട്. പിന്നെ നമ്മുടെ GoPro ക്യാമറ കേട്ടോ. പിന്നെ നമ്മുടെ GoProയുടെ ആ ഒരു ക്യാമറ ബോക്സ്, ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ആക്കി നോക്കി കേട്ടോ. ഇത് അവനും അവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് ഞങ്ങൾ അയച്ചത്. അപ്പോൾ ഇതിനകത്തുള്ള സംഭവം ഇത് നമ്മുടെ GoPro ക്യാമറ, GoPro 9. ജസ്റ്റ് ഇതിൻ്റെ കവറും കാര്യങ്ങളൊന്നും അയച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതിനകത്ത് വേറെ വരുന്നൊരു ബാറ്ററി ഉണ്ട്. പിന്നെ ഒരു നമ്മുടെ ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യുന്ന സംഭവം. പിന്നെ നമ്മുടെ സെൽഫി സ്റ്റിക്കിലൊക്കെ വയ്ക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് ഇതിനകത്ത്, കണ്ടോ. പിന്നെ ഒരു മെമ്മറി കാർഡ് ഉണ്ട് കേട്ടോ. മെമ്മറി കാർഡ് നമുക്ക് ഈ ബണ്ടിലിനകത്ത് മേടിക്കുമ്പം ഒരു 64 GB ഒരു SanDiskൻ്റെ എക്സ്ട്രീം നല്ലൊരു മെമ്മറി കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് GoProയുടെ ബോക്സിലുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ GoProയ്ക്കകത്തേക്ക് ഈ ഒരു മെമ്മറി കാർഡ് ഇടണം, ബാറ്ററി ഇടണം. എന്നിട്ട് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് GoProയ്ക്കകത്തായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. GoProയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ GoPro അൺബോക്സ് ചെയ്ത ആ ഒരു സ്ഥലമായിട്ട് ഇത് നല്ല വൈബ് സ്ഥലമാണ്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ അനൂപിനെ നിങ്ങൾക്കൊക്കെ അറിയാം, റോഷൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്, കാസർഗോഡിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ GoProയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൗണ്ട് എങ്ങനെയുണ്ട് പിന്നെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളേ ഇരുന്ന സ്ഥലത്തൊരു കിടിലൻ സംഭവം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു കക്ക കേട്ടോ. ഇതൊരു ശംഖ് പോലത്തെ സാധനമാണ്. ഇത് ജീവനുള്ള സാധനം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. ഇതുപോലത്തെ ഒത്തിരി കക്കകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കടൽത്തീരമാണ്. നമുക്ക് ആദ്യം കടൽത്തീരത്ത് പോവാം. കടൽത്തീരത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ആദ്യം കാണാം കേട്ടോ. ഇത് എന്ത് മരമാണെന്ന് പറഞ്ഞേ? ഓർക്കിഡോ? ഓടാ, കാറ്റാടി മരം അങ്ങനെ എന്താണ് ഇന്നലെ ഒരു ചേട്ടാ പേര് പറഞ്ഞത്. ഇന്നലെ ഞാൻ ഇവിടെ വന്നായിരുന്നു കേട്ടോ. ഈ സ്ഥലത്ത് നല്ലൊരു വൈബാണ് ഈ സ്ഥലം. ജൗക്ക് മരം എന്ന് പറഞ്ഞൊരു മരം കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് GoProയിൽ നമുക്ക് ടൈം വാർപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇട്ടിട്ട് നമുക്ക് അങ്ങ് പോകാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ കിടലിനായിട്ട് നമുക്ക് കാണാം. ഒത്തിരി ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണ്. പക്ഷേ വൈകുന്നേരങ്ങളിൽ വെയിലില്ലാത്ത സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമായിട്ടത്. അവിടെ കണ്ടോ, നല്ല സ്റ്റെബിലൈസേഷൻ കേട്ടോ ക്യാമറ. എടാ മടിയാ, അപ്പുറത്താണ് കിടപ്പുണ്ട് വേറെ, അത് പൊട്ടിപ്പോയതാ. അങ്ങനെ നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. കടൽ മീൻസ് മൊത്തം കരിങ്കല്ല് വെച്ച് കെട്ടിച്ചു. കടൽ എന്താ സംഭവമാടാ? ഇവിടുന്ന് അങ്ങോട്ടാ സംഗമിക്കുന്ന ഇതാട്ടോ നമ്മുടെ ആ ഒരു കല്ല് വെച്ച് കെട്ടി വെച്ചേക്കുന്ന ഒരു ഏരിയ. മൊത്തം നല്ല ഭയങ്കര വലിയ കല്ലാണ്. രണ്ടെണ്ണം കയറി വരുന്നു. എടാ എന്തെങ്കിലുമൊക്കെ പറയടാ, എന്തുവാ ചത്തിരിക്കുന്നേ? ഉറക്കം വരുന്നോ? എടാ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നീ എന്തുവാടാ ഉറക്കം? ഓടാ തഗ് പോച്ചേ തഗ്ഗ. അവിടെ നിങ്ങൾ വന്ന എത്തിയ സ്ഥലം ഇതാട്ടോ. ഈ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഈ കടലും പുഴയും കൂടെ സംഗമിക്കുന്നെന്ന് പറഞ്ഞാൽ അതെവിടെയാ?
അറിയില്ലല്ലേ? സത്യം പറയടാ. ആ കാണുന്നതെന്ന് അവിടെ കടലാണേ. ആ കാണുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവന് ഇവിടുത്തെ നാട്ടുകാരനെ ഇവനൊന്നും അറിയത്തില്ല കേട്ടോ. അവിടെ പോകണമെങ്കിൽ എങ്ങനെ പോകണം? ആ ബീച്ചിൽ കൂടെ വരണം അല്ലേ? ആ ബീച്ചിൽ കൂടെ വരണം. അപ്പുറത്തൊരു വലിയ ബീച്ച് കേട്ടോ. നല്ലൊരു ബീച്ചാണല്ലോ. പൈസ ഒന്നും കൊടുക്കണ്ടായിരിക്കും. ഇപ്പം നല്ല സൗണ്ട് ഉണ്ട്. കടലിൻ്റെ അവിടെ നിന്ന് തിരയടിക്കുന്നതിന് നല്ല സൗണ്ട് ഉണ്ട്. അപ്പം മൈക്കിൻ്റെ ക്ലിയർ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ സൗണ്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു കടലിൻ്റെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതേ നല്ല വെയിലാട്ടോ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സമയം എത്രയാണോ? 4:20 ഒരു മണിക്കൂർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാടാ. ഭയങ്കര വെയിലായിപ്പോട്ടോ. അതെ, അവിടുന്ന് മാത്രമേ വെട്ടമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഷോട്ടുകൾ എടുത്ത് കാണിക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ്. കടലിലിറങ്ങിയതേ മേലൊക്കെ നനഞ്ഞു. ചെരുപ്പൊക്കെ നനഞ്ഞിട്ടാ ഫുള്ള്. അറിയാലോ, കടൽ കണ്ട് ഇറങ്ങിപ്പോകും നമ്മൾ. പിന്നെ ഈ കടലിൻ്റെ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതുണ്ടോ മൊത്തം വേസ്റ്റാണ്. ഈ ഒരു ഏരിയ മൊത്തം വേസ്റ്റ്. നമുക്ക് ഇങ്ങനെ കിടക്കുവാണിത്. ഇനി ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഹാർബർ. നമ്മുടെ നെല്ലിക്കുന്ന് ഹാർബറിലോട്ട് നമുക്ക് നേരെ പോയാൽ കേട്ടോ. അവിടുത്തെ എനിക്ക് ചെരുപ്പില്ല. നീ ചെരുപ്പില്ലല്ലേ? ഓക്കെ നോക്കി കിടക്കട്ടെ. ഇവിടെ നിറച്ചും കുപ്പിച്ചില്ലും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നോക്കി കിടക്കണേ. അത് കടപ്പുറോട്ടോ. അത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു ഭംഗിയുള്ള സ്ഥലം. നമുക്കിത് കനാല് പോലെ. ഇത് കനാലാണോ? ഇത് കെട്ടി നിർത്തിയേക്കുന്നത് എന്തോ അല്ലേ, മണൽ വാരിയിട്ട്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കടാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ മണലെടുത്ത് മുകളിലോട്ട് ഇട്ടാടാ അവർ. കണ്ടോ, മുകളിലോട്ട് കയറ്റിയിടാം. പക്ഷെ ഇവിടുത്തെ ഒരു സീനറി നോക്കി എന്നെ രസമല്ലേ. അപ്പോൾ ആ ഒരു ബീച്ചിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചടുത്ത് തന്നെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ നെല്ലിക്കുന്ന് ഹാർബർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹാർബറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒത്തിരി മീനിൻ്റെ ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ബോട്ട് കിടക്കുന്നതാണ്. നല്ല ഭംഗിയില്ലേ. ഇവിടുന്ന് അങ്ങോട്ടും കുറേ ഉണ്ട് കേട്ടോ ബോട്ടും കാര്യങ്ങളൊക്കെ. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നെല്ലിക്കുന്ന് ഹാർബറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. ഇപ്പം ഈ ഒരു ഹാർബറിൻ്റെ ഏരിയയിലൊക്കെ വരുന്നത് ഒരു കടപ്പുറത്തെ ഗ്രാമത്തിൽ കൂടെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്കങ്ങ് പോകുമ്പം തിരിച്ചു പോകുമ്പം ആ കടപ്പുറത്തിൻ്റെ ഗ്രാമമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നിറയെ തിരക്ക്, എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഇനിയിപ്പം നെല്ലിക്കുന്ന് കടപ്പുറത്തെ വീടുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമ്മളങ്ങനെ നമ്മുടെ ഹാർബറിൽ തിരിക്കുക കേട്ടോ. റോഷൻ അനുഭവം പറയുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ? ഇന്നലെ പോയ സ്ഥലത്തേക്ക് കാസർഗോഡല്ലേ, ടൗണിലോട്ടല്ലേ. നമ്മളിപ്പം ഇവിടുന്ന് ഞങ്ങൾ കാസർഗോഡ് ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകാം. പിന്നെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ കടപ്പുറത്തെ വീടുകളൊക്കെ പോകുന്ന വഴിക്കാണ്. ഇത് നമ്മുടെ നാന കേട്ടോ, നമ്മുടെ അനൂപിൻ്റെ വണ്ടിയാണ്. ആ ഒരു സൈഡാണ് നമ്മുടെ കടലിൻ്റെ തീരം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ട്, നേരെ കിടക്കുന്ന ഒരു വഴി കേട്ടോ. ഇതങ്ങോട്ട് ചെല്ലുന്നത് നമ്മുടെ കടപ്പുറത്തെ വീടുകളുടെ ഒക്കെ ഒരു ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടത്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പഴയ ഫുട്ബോൾ കോർട്ട് ഇവിടെ. അപ്പോൾ ഇത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടപ്പുറത്തെ വീടുകളൊക്കെ ഉള്ള ഏരിയയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകൾ കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ അറിയാം. അതിൻ്റെ പുറകിലോട്ടൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഒരു അമ്പലമുണ്ട് ഇവിടെ. ചെറിയ ചെറിയ വീടുകളൊക്കെ ആട്ടോ ഈ ഭാഗത്ത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇതാണ് നമ്മുടെ കടപ്പുറത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചകൾ. ഇവിടെ നിന്ന് നീണ്ടു കിടക്കും കേട്ടോ, കുറേ അങ്ങ് പോകാനുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കിയിട്ട് അവിടെ നിന്ന് പോയിട്ട് വരാം കേട്ടോ.
എല്ലാവരും ഫുട്ബോൾ കളിക്കാൻ നോക്കി. ഗോൾ അടിക്കടാ, ഗോൾ അടിക്ക്. അതാണ് പിള്ളേരൊക്കെ അതെ ഫുട്ബോൾ കളിക്കുന്ന കേട്ടോ. അവിടെ നമ്മൾ കടലിൻ്റെ ഈ ഒരു കാഴ്ച ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നത്. ഭയങ്കര കാറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു കാഴ്ച ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വന്നത് കണ്ടോ. ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നീണ്ട ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ താമസമുള്ളതാണ് കേട്ടോ. ഇവിടെ കാറവിടെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് വേസ്. സൂര്യൻ കുറച്ചുകൂടെ കഴിഞ്ഞ അസ്തമിക്കുമായിരുന്നു. ഗോൾ അടിച്ചോ? എത്ര ഗോൾ അടിച്ചു? എത്ര ഗോൾ അടിച്ചു? ഇപ്പോഴാ നോണ പറയല്ലേ കാര്യം മിടുക്കൻ. ഇങ്ങനെ അടിക്കണേ ചുമ്മാ. റൊണാൾഡോ, റൊണാൾഡോ ഹായ്. യെസ് റൊണാൾഡോ. ടാറ്റ ബൈ ബൈ. ടാറ്റ എല്ലാവർക്കും ബൈ കേട്ടോ. ടാറ്റ കേട്ടോ. ബൈ ബൈ ടാറ്റ. അപ്പം ഇതൊക്കെ ആട്ടോ അതെ കടപ്പുറത്തെ ആൾക്കാരുടെ താമസിക്കുന്ന സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ. ഇവിടെ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പോല്ലേ മടുത്തോടാ? ഇരുന്ന് മടുത്തോടാ? എന്നാ ഞാനേ ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. നേരെ പോയാൽ മതി പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. പറഞ്ഞൊരു ഏരിയ, നല്ലൊരു സീനറിയാണ് ഇവിടെ. കിഡിലൻ ഒരു ഏരിയ കേട്ടോ. മരങ്ങൾ വയ്ക്കുന്ന ഒരു രണ്ട് സൈഡിലും തെങ്ങും മരങ്ങൾ കിഡിലൻ. നല്ലൊരു വ്യൂ ആട്ടോ ഇവിടുന്ന്. നല്ല ഭംഗിയുണ്ട്. നോക്കിയാൽ സൂര്യൻ ആ തെങ്ങിനിടയിൽ കൂടെ ഇങ്ങനെ ഓടി 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 പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 5:30 കേട്ടോ. കുറച്ചേരോടെ കഴിഞ്ഞ് സൺസെറ്റ് കാണാം. അപ്പോൾ സൺസെറ്റ് ആയിട്ട് പോയാലോ? 5:30 ആയി ഓൾറെഡി. നല്ല കിട്ടലൊരു സൺസെറ്റ് കാണിച്ചത് കേട്ടോ. കുറച്ചേരോട് ഇരുന്നിട്ട് പോകുന്നുള്ളൂ. അപ്പം എന്തായാലും പൊളിയൊരു സൺസെറ്റ് കാണിച്ചത്. ആശാൻ അവിടെ എത്തി. കുറച്ചുകൂടെ ഉള്ളു ഇനി. ഇതല്ലടാ ചേട്ടന്മാർ പറഞ്ഞ സ്ഥലം. ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ട് പറ്റിയ സ്ഥലമാണ് പറഞ്ഞത്. കല്യാണത്തിനൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാസർഗോഡ് വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ഷൂട്ടുകൾ അങ്ങനത്തെ നല്ല നല്ല ഷൂട്ടുകളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലെ ബീച്ചാട്ടോ. നമ്മളാ ഒരു സീനറിയുടെ ഒരു ഭാഗത്തുള്ള കേട്ടോ. നമ്മൾ വണ്ടി അവിടെ ഇട്ടു. ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ വന്നത് കടലിൽ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ സൺസെറ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് ഓർത്തു നിങ്ങളെ. സൺസെറ്റും കൂടെ കാണിക്കാം കേട്ടോ. നല്ല ഒരു സൺസെറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇതേ കുറച്ചുകൂടെ ഉള്ളു ഇനി. കുഞ്ഞാ മജയല്ലേ? സൺസെറ്റ് എടുത്തിട്ട് പോകലടാ. നല്ലൊരു സീനറി ആട്ടത്. ഈ സൂര്യൻ ഇങ്ങനെ ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ വരും ആള്. നല്ല ഭംഗിയാട്ടോ ഇവിടെ. നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഗോപ്രോയ്ക്ക് നല്ല വെട്ടമുള്ളതാണ് ഇത്രയും വെട്ടം തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ? നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നില്ല. നല്ല രസമല്ലായിരുന്നോ? ചുമ്മാ ഇങ്ങനെ ഇപ്പം 6:30 5:30 ഞങ്ങൾ വന്ന 5:30 കഴിഞ്ഞപ്പോൾ വന്ന. അപ്പോൾ കുറേ നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ സൺസെറ്റ് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാട്ടോ. കുറേ നേരം ഇരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താ? നേരെ കാസർഗോഡ് ടൗണിലോട്ടല്ലേ? കാസർഗോഡ് ടൗണിൽ പോകുന്നു, ഒരു മന്തി കഴിക്കുന്നു. മന്തി കഴിയോ? അപ്പോൾ ഞങ്ങൾ നേരെ എന്തെങ്കിലും പറഞ്ഞോ അതിൻ്റെ ഇടയ്ക്ക്? ചുമ്മാ ചോദിക്കുന്നു. നല്ല ഫ്രൈഡ് റൈസ് അല്ലേ? 30 രൂപ നല്ല ഫ്രൈഡ് റൈസ് കിട്ടും. അത് കഴിക്കണം. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഗോപ്രോയിലുള്ള നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നൈറ്റാണ് ഇപ്പോൾ ഇനി പോകുമ്പോൾ കാസർഗോഡ് ടൗണൊക്കെ നൈറ്റ് ആയിരിക്കും. നൈറ്റ് വ്യൂ കൂടെ എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോയേക്കാം. നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ട് നമ്മൾ എത്തിയിട്ടോ. ഇപ്പോൾ സമയം ഒരു 6:50 ചെറിയൊരു ഇരുട്ടായി വരുന്നുണ്ട്. പക്ഷേ ഗോപ്രോയിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വെട്ടം കാണാൻ പറ്റും കേട്ടോ. ഇതാണ് കാസർഗോഡ് ടൗണിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. റൗണ്ട് അല്ലേ അത്? കാസർഗോഡ് സർക്കിൾ. നമ്മൾ സർക്കിളിൽ റൗണ്ട് അടിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ?
താഴോട്ട് എന്ന് പറയുമ്പോൾ അത് ടൗണിൻ്റെ ഭാഗമാണോ അങ്ങോട്ട് പുറകോട്ട് ടൗണാണോ? പുറകോട്ട് ടൗണാണോ? അല്ല, ആ റൂട്ട് എങ്ങനെയാണ് പുറകോട്ട് എടുക്കുന്നത്? ചെർക്കള. ആ, അപ്പം അത് അങ്ങോട്ട് പുറകോട്ട് മംഗലാപുരമാണോ? മംഗലാപുരം നമ്മൾ വന്ന റൂട്ടല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇതാണ് ടൗണിൻ്റെ ഒരു ഭാഗം കേട്ടോ നമ്മൾ കാണുന്നത്. SBIയുടെ മെയിൻ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ഗോപ്രോയുടെ നൈറ്റിൻ്റെ വ്യൂ എങ്ങനെയാണോ നിങ്ങളൊന്ന് പറയട്ടോ. കിടലാണ്, അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ. എടാ, ഈ ഒരു റൂട്ട് എങ്ങോട്ടാണ് എടുക്കുന്നത്? കോഴിക്കോട്, കണ്ണൂര്, കാഞ്ഞങ്ങാട്, ആ റൂട്ടല്ലേ? ആ, ഓക്കെ. ആ, പോവാ. കൊച്ചിക്ക് ഇവിടുന്ന് 372 കിലോമീറ്റർ, കോഴിക്കോടിന് 179 കിലോമീറ്റർ, കണ്ണൂരിന് 90, കാഞ്ഞങ്ങാട് 24. അങ്ങനെ ഇവിടുന്ന് നേരെ നമ്മുടെ തിരുവനന്തപുരം റൂട്ടായിട്ടത്. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. സിറ്റി കഴിഞ്ഞില്ലേ? സിറ്റി കഴിഞ്ഞു. ചന്ദ്രഗിരി പാലത്തിന്റെ ഒരു വ്യൂ ആയിട്ടത് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇന്നലെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, രാത്രിയായി പോയി, വെട്ടമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുതിയ ക്യാമറയും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഇനി നമ്മുടെ ചാനലിൽ തുടർന്ന് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. Bye bye.